ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ടിൽസ്. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൃശ്ശൂർ പുഴയ്ക്കൽ പാടത്തെ വിശ്വാസ് പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ചെയ്യാനുള്ള കാരണമായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. പല ആൾക്കാരുണ്ടാവും പ്യുവർ വെജിറ്റേറിയൻ ആയുള്ള ആൾക്കാർ, അവർക്ക് സാധാരണയുള്ള ഹോട്ടൽസ് ഒന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർക്കായിട്ടുള്ള ഹോട്ടലിലാണ് നമ്മുടെ വിശ്വാസ് ഹോട്ടൽ. അതുമാത്രമല്ല, കുട്ടികൾക്കായിട്ടുള്ള പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ട്. ചെറുതാണെങ്കിലും അത്യാവശ്യം കുറച്ച് കുട്ടികൾക്കെങ്കിലും കളിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല കേട്ടോ, അതിലൊരുപാട് കാര്യങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പ്ലേയിങ് സെക്ഷൻ ഞാൻ ആദ്യം കണ്ടിട്ടുണ്ടായില്ല. എൻ്റെ മോള് ഫസ്റ്റ് വന്ന വഴിക്ക് ആദ്യം ഓടിയത് ഈ പ്ലേയിങ് ഗ്രൗണ്ടിലോട്ടാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ പ്ലേസ് കാണാൻ തുടങ്ങിയത്. അതുപോലെ ഇതിൻ്റെ കാർ പാർക്കിംഗ് സെക്ഷനാണ് ശരിക്കും എടുത്തു പറയേണ്ടത്. കാരണം നമുക്ക് മറ്റുള്ള ഹോട്ടലിനെ അപേക്ഷിച്ചിട്ട് പാർക്കിംഗ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരുപാടുണ്ട് കേട്ടോ. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹോട്ടലിനെ എടുത്തു പറയാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഗുഡ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം നിങ്ങൾ ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താ പറയുക, കംഫർട്ടബിളായിട്ട് നമ്മുടെ കാറ് കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളിതിൻ്റെ എൻട്രൻസിൽ കയറിക്കാണ്. എൻട്രൻസ് കയറിയപ്പോൾ തന്നെ നമ്മുടെ കൃഷ്ണൻ്റെ ഒരു വിഗ്രഹമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ദൈവങ്ങളുടെ ഒക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇൻറ്റീരിയലാണ് ഇവിടെ കാണുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ പുറത്തുനിന്ന് നല്ല വെയിലൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് കൂളായിരിക്കും. കാരണം കംപ്ലീറ്റ് ഇതിൻ്റെ ഇൻറ്റീരിയലിൻ്റെ ഒപ്പം തന്നെ സെൻട്രലൈസിയാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളിനി ഫസ്റ്റ് നമുക്കൊരു റെസിപ്പിയിലോട്ട് പോവാം. ചൂടായതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു ഡ്രിങ്കിലൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേര് ശ്രീ, ഞാൻ വിശ്വാസ് റെസ്റ്റോറൻറ്റിലെ സ്റ്റാഫാണ്. ഞാനിപ്പോൾ മലബാരി ഭക്ഷണങ്ങളുണ്ടാകും. അപ്പോൾ ഡ്രിങ്കൊക്കെ അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവിടെ സ്പെഷ്യൽ ഐറ്റം ഞാൻ എഴുതുന്നത് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്താൽ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ നമുക്കത് കുടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ കുടിക്കുന്ന ഇടയിൽ കൂടെ ഞാൻ ജസ്റ്റ് നമ്മുടെ ഇവിടുത്തെ കംപ്ലീറ്റ് ഇന്ത്യയിൽ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. ശരിക്കും നൈറ്റായി കഴിഞ്ഞാലാണ് സൂപ്പർ വൈബ് എന്ന് പറയുന്നത്. കാരണം കംപ്ലീറ്റ് ഇവിടുത്തെ ലൈറ്റ് എഫക്റ്റൊക്കെ അടിപൊളിയായിരിക്കും. ഇത് ഇവിടെ വെച്ചിട്ടുള്ള ഒരു സോസുകളാണ്. അപ്പോൾ എല്ലാ ടൈപ്പ് സോസ് ഉണ്ട്. ടൊമാറ്റോ സോസ്, സോയാബീൻ എല്ലാം ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതും ഇതിൻ്റെ ഒപ്പം ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ. അപ്പം ഇത് നല്ല ടേസ്റ്റ് ആട്ടോ, ഈ സുർക്കയിലിട്ടിട്ടുള്ള ഈ പച്ചമുളകൊക്കെ. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡാണിത്. ഇതൊരു ഫ്രൈഡ് റൈസാണ്. ഫ്രൈഡ് റൈസും നമ്മൾ മീൽസാണ് ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇത് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽസാണ്. അതുകൊണ്ട് ഇവിടെ ചിക്കൻ്റെയോ മറ്റുള്ള ഐറ്റംസ് ഒന്നും കാണാൻ പറ്റില്ല. നമുക്ക് നല്ല നീറ്റായിട്ടുള്ള ടേബിളും അതിൻ്റെ ഒപ്പം തന്നെയുള്ള അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്സാണ് നമുക്ക് കാണാൻ പറ്റുക. ഈ പാത്രങ്ങളുടെ ഭംഗിയാണ് ഫസ്റ്റ് ഞാൻ ഫോക്കസ് ചെയ്തത്. പിന്നെ ഇതിലുള്ള സാമ്പാറാട്ടോ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ഒരുപാട് സാമ്പാറിൽ വെജിറ്റബിൾസ് ഉണ്ട്. മിക്ക ഹോട്ടൽസും ചെന്ന് കഴിഞ്ഞാൽ സാമ്പാർ ഇങ്ങനെ വെള്ളം പോലെ ആയിരിക്കും അല്ലേ. അതേപോലെ തന്നെ അടിപൊളി രസം എല്ലാം ആയിട്ട് നമുക്ക് നല്ലൊരു സദ്യ ഉണ്ടാം. അതിൻ്റെ ഒപ്പം തന്നെ അടിപൊളി ഫ്രൈഡ് റൈസും കഴിക്കാം. ഫ്രൈഡ് റൈസൊക്കെ നോക്കി നമുക്ക് ഇതിൽ ചിക്കൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് ഇതിൽ എഗ്ഗിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം ഒരുപാട് വെജിറ്റബിൾ ഐറ്റംസ്, അതേപോലെ തന്നെ നല്ല സ്മെല്ലും കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആയിരുന്നത്. ഇത് സിമ്പിൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് അല്ല. പിന്നെ നമ്മുടെ സദ്യയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ചമ്മന്തി തന്നെയാണ് കേട്ടോ. അതേപോലെ ഉപ്പേരി ആയാലും പച്ചക്കറി ആയാലും പായസമായാലും തൈരായാലും എല്ലാം അടിപൊളിയാണ്. പിന്നെ ഈ പപ്പടം കൂട്ടിയിട്ട് ഒരു കുഴയ്ക്കാനായിരുന്നു ആഗ്രഹം. അപ്പം നമ്മുടെ ചോറ് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ചോറൊക്കെ ഇട്ടു ഇലയിലോട്ടാണ് ഇടുമ്പോൾ അതിൻ്റെ ഭംഗി തന്നെ അടിപൊളിയാണ്. നമ്മൾ സാധാരണ ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കറികൾ അവൈലബിൾ ആയിരിക്കില്ല. അപ്പം ഞാനിവിടെ സാമ്പാർ കൂട്ടി ഒരു പിടി പിടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൊതി ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്നോളൂ കേട്ടോ. അപ്പം ഞാൻ പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഒരു പിടിയൊക്കെ പിടിച്ച് എൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മളൊരു ഫ്രൂട്ട് സലാഡ് ഓർഡർ ചെയ്തു. ഫ്രൂട്ട് സലാഡിൻ്റെ ഒപ്പം തന്നെ നല്ല അടിപൊളി ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഐസ്ക്രീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഫ്രഷ് ആയിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ. അപ്പം അതും ഒരു ടീസ്പൂൺ കോരി ഞാൻ കഴിക്കുന്നുണ്ട്. നിങ്ങൾക്കും വായിൽ വെള്ളം ഓറുണ്ടോയെന്ന് നമുക്കറിയില്ല. അപ്പോൾ കഴിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തൃശ്ശൂരുകാരാണോ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി കഴിക്കാം. ഓക്കെ, അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അതുമാത്രമല്ല ഒരുപാട് ഫ്രൂട്ട്സും ഇതിലുണ്ടായിരുന്നു കേട്ടോ.
ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കുള്ള ഒരു ടൈമാണ്, അതായത് ഉച്ച സമയത്താണല്ലോ എല്ലായിടത്തും നല്ല തിരക്കുണ്ടാവുക. അപ്പോൾ ഇത്ര തിരക്കുണ്ടായിട്ട് പോലും നല്ല ഒരു സൈലൻറ്റ് ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ അതുമാത്രമല്ല, എത്ര തിരക്കുണ്ടെങ്കിലും അത്രത്തോളം സീറ്റിംഗ് കപ്പാസിറ്റിയും ഇവിടെ ഉണ്ട്. അതാണ് അടുത്ത കാര്യം ഇവിടെ എടുത്ത് പറയേണ്ടത്. പിന്നെ ഹോട്ടലിൽ കംപ്ലീറ്റ് ആയിട്ട് നല്ല ഫോട്ടോ ഫ്രെയിമൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ടുഡേ സ്പെഷ്യൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈവനിങ് ടൈമായപ്പം നമ്മളിവിടെ ദോശയുടെ ടൈമിംഗ് ആണ്. ഈവനിങ് ടൈമിൽ ഇപ്പം നല്ലവിടെ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം മാവ് അരച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ദോശയ്ക്കുള്ളത്. പിന്നെ ഇത് സാമ്പാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്ത് കാണിക്കുന്നത് ഇവിടെ പൊറോട്ടയാണ് കേട്ടോ. പൊറോട്ട അടി എന്ന് പറയുന്നത് നല്ല ഗംഭീരമായിട്ടുള്ള അടി തന്നെയാണ്. കാരണം നമ്മൾ ശരിക്കും കാണാം പൊറോട്ട കടിക്കുന്നത് അത്ര വലിയ നീറ്റായിട്ടുള്ള സ്ഥലങ്ങളൊന്നും ആയിരിക്കില്ല നമ്മളെപ്പോഴും കാണുന്നത്. പക്ഷേ ഇവിടെ ഒരു എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പൊറോട്ട അടിക്കുന്നതൊക്കെ വളരെ നീറ്റായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവർ അത്രയ്ക്കും നീറ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത് എത്രയോ എന്ന് പറയുക, നമുക്ക് കംഫർട്ടബിളായിട്ട് കഴിക്കാൻ തോന്നും. നമുക്കതിലൊരു ഇതും തോന്നില്ല. മിക്കതും നമുക്ക് പൊറോട്ട കഴിക്കുമ്പോൾ അത് ഇവിടെ നിന്ന് അടിച്ചതാണെന്ന് നമുക്ക് ഒരു ഇതല്ലേ. പക്ഷെ അവൾ അത്രയും നീറ്റായിട്ടാണ് ഈ പൊറോട്ട അടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് കേട്ടോ. ഇനി നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് ഫാമിലി റോസ്റ്റിങ്ങിൻ്റെ വീഡിയോ ആണ്. ഇതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഇവിടെ നമുക്ക് ഐറ്റംസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് വെജിറ്റബിൾസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇതിന് സൈഡായിട്ട് ഇതേ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ 3-4 തരം ചട്നികളും ഇവിടെ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ നല്ല ഭംഗിയുള്ള ചട്നികളിൽ ഒരു ചട്നി മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. അതായത് നമ്മുടെ വൈറ്റ് ചട്നിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചട്നിയാണല്ലേ. അതുപോലെ പല കളേഴ്സിലുള്ള ചട്നികളുണ്ട്. അപ്പോൾ ഇവിടെ സാധാരണയുള്ള ദോശകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ മടക്കും അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പം എന്താ തോന്നുന്നത്, നമ്മുടെ കപ്പലണ്ടി വാങ്ങുന്ന ആ ഒരു ഷേപ്പിൽ അല്ലേ. അപ്പോൾ അത് നല്ല ഭംഗിയായി, അതായത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ദോശകളൊക്കെ ഉണ്ടാക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു, ഇതൊക്കെ കാണാനും അറിയാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള വടകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള വട നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ. ഇത് ക്രിസ്പി മാത്രമല്ല ഉള്ളിലും നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതിനും 2 തരം ചട്നിയും സാമ്പാറൊക്കെ അതും ഇവിടെ ഓക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവിടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ഷൂട്ട് ചെയ്യുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നതാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റം. കാരണം ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ ആദ്യമായിട്ട് വന്നപ്പം ഫസ്റ്റ് ഓർഡർ ചെയ്ത ഒരു ഐറ്റമാണ് ഈ ഫ്രൈഡ് റൈസ്. സാധാരണ നോർമൽ ഫ്രൈഡ് റൈസ് തന്നെയാണ് കേട്ടോ. അപ്പം ഈ ഫ്രൈഡ് റൈസിനെ കുറിച്ചിട്ട് കൂടുതൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ എഗ്ഗിൻ്റെയോ ചിക്കൻ്റെയോ ഒന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സൈഡായിട്ട് നമുക്ക് ഒന്നും ആവശ്യമില്ല. കാരണം അത്രയ്ക്കും നല്ല ഫ്ലേവറും അതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണിത്. അപ്പോൾ ഇവർ ഉണ്ടാക്കുന്ന രീതിയും അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ കണ്ടപ്പം എനിക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക വീഡിയോ ഷൂട്ട് ചെയ്യാൻ തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത്. ശരിക്കും നിങ്ങൾക്കും ഇതുണ്ടാക്കുന്ന സ്റ്റൈൽ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നുന്നില്ലേ. അപ്പം ഇതിന് ഇവർ സൈഡായിട്ട് വേറൊരു ഐറ്റം കൂടി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ ഇത് മാത്രമായാലും കഴിക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതിയും ഇതിൻ്റെ ഭംഗി കാണുമ്പോൾ കൊതി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഏതാണെന്നറിയാലോ നിങ്ങൾക്ക്. അപ്പം ഇവരിതിന് സൈഡായിട്ട് ഉണ്ടാക്കുന്നത് ക്യാപ്സിക്കാണ് കേട്ടോ. ക്യാപ്സിക്കത്തിൻ്റെ എൻ്റെ ഐറ്റം ഒന്നും എനിക്ക് അറിയില്ല, പക്ഷെ ഉണ്ടാക്കുന്ന രീതിയായാലും അതിൻ്റെ ഭംഗിയായാലും എല്ലാം പെർഫെക്റ്റ് ആണ്. കാരണം ഒരുപാട് ക്യാപ്സിക്കം, അതായത് പല കളേഴ്സായിട്ടുള്ള ക്യാപ്സിക്കാണ് ഇവരിതിൽ, അതായത് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ടുള്ളത്. അതിൻ്റെ ഒപ്പം സോയാ സോസും മറ്റൊന്ന് 2 സോസുകൾ ഇവർ ഒഴിക്കുന്നുണ്ട്. അതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സംഭവം പെട്ടെന്ന് കാര്യം കഴിയുന്നുണ്ട്. അതുമാത്രമല്ല നമ്മളായിരിക്കും പെട്ടെന്ന് കാര്യം കഴിയുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമെന്ന്, പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. ഫ്രൈഡ് റൈസിന് ശരിക്കും നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി നമ്മുടെ അടുത്ത ഐറ്റം അടുത്തൊരു സൂപ്പർ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈവനിങ് ടൈം ആയിക്കഴിഞ്ഞാൽ ദോശയുടെ ഒരു മേളം തന്നെയാണ് അല്ലേ. നിങ്ങൾക്ക് കാണുമ്പോഴും അല്ലാണ്ട് വായിൽ വെള്ളം ഊറുന്നുണ്ടാവും. ഇത് എന്തൊക്കെ ടൈപ്പ് ദോശകളാണ് ഉണ്ടാക്കണമെന്നല്ലേ.
നമ്മളൊക്കെ എപ്പോഴും ദോശ ഉണ്ടാക്കുമ്പോൾ ഇതിന് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ വേറൊരു സൈഡിലൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ മസാല വയ്ക്കുക. ഇതെങ്ങനെയല്ല, ഒരു പോർഷനിൽ മാത്രം മസാല വെച്ചിട്ട് കംപ്ലീറ്റ് ചുരുട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ശരിക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും ദോശ ഉണ്ടാക്കുക. നമ്മൾ ശരിക്കും അത്ര ദോശയുടെ എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് ഇങ്ങനത്തെ ഹാഫൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഇവർ കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനും കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ദോശ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഈവനിങ് ടൈം അല്ലെങ്കിൽ മോർണിംഗ് ടൈം ഒക്കെ വരാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ദോശകൾ കഴിക്കാൻ പറ്റും. പിന്നെ ഈവനിങ് ടൈം ആയതുകൊണ്ടായിരിക്കും നമ്മുടെ സൂപ്പറായിട്ടുള്ള പഴംപൊരി എന്നും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ ഇത് ഊത്തപ്പം പോലെയുണ്ട്. അതായത് ഒരു വലിയ ദോശ ഉണ്ടാക്കിയിട്ട് അതിൽ ഒരുപാട് വെജിറ്റബിൾസ്, അതായത് ക്യാരറ്റ്, മെയിനായിട്ട് ക്യാരറ്റാണല്ലോ നമ്മളിടുക, അതുപോലെ മല്ലിയിലും കുറച്ച് സവാളയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ദോശ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും കാണാൻ നല്ല സ്റ്റൈലുണ്ട്. അതുപോലെ എന്താ പറയുക, ഒരു വെറൈറ്റി തന്നെയാണ് അല്ലേ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ വിചാരിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ദോശകളൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്കും ഞാൻ അത് ഷെയർ ചെയ്യാണ്. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ മാറിക്കിട്ടും. പിന്നെ ഇതേ ഒരുപാട് 5 ഡിഫറൻസ് ആയിട്ടുള്ള ഊത്തപ്പം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും ഇതിനല്ല നമ്മൾ ഊത്തപ്പം എന്ന് പറയാം. ഊത്തപ്പം എന്ന് പറയുന്നത് നമ്മൾ ഒരു ടൈപ്പിലായിരിക്കും നമ്മൾ ഉണ്ടാക്കുക. പക്ഷേ ഇവിടെ 5 ഡിഫറൻസ് കളേഴ്സിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഉണ്ടാക്കുന്നത് സ്വീറ്റ് ദോശയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ പേര് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ദോശയാണ്. ഇതിൽ ക്യാരറ്റ്, അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ ശരിക്കും ക്യാരറ്റ് ഹൽവ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടോയെന്ന് സത്യത്തിൽ ഞാൻ അങ്ങനെ വിശ്വസിച്ച് പോയി. കാരണം നല്ല മധുരമായിരുന്നു. മെയിനായിട്ട് ഇതിൽ ക്യാരറ്റ് നമ്മൾ ചീക്കി ഇടുമല്ലോ, അങ്ങനെയാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഇതും ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് തന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു പീസ് കഴിച്ചപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു അഡിക്റ്റായി എന്ന് പറയാം കേട്ടോ. കാരണം അത്രയും ടേസ്റ്റാണ്. അപ്പം നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ടുള്ള ദോശയും ഇഡ്ഡലിയും പൂരിയും ഒക്കെ കഴിക്കാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ ഇനി ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. നിങ്ങളൊരു മോർണിംഗ് ടൈമിലോ അല്ലെങ്കിൽ ഈവനിങ് ടൈമിലോ നമ്മുടെ വിശ്വാസ് പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ വരികയാണെങ്കിൽ ഏത് തരം ഫുഡാണെങ്കിലും ഇവിടുന്ന് കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഫാമിലി റോസ്റ്റിംഗ് ചെയ്യുന്നുണ്ടെന്ന്. അതായത് ഏകദേശം ഒരു ഫാമിലിക്ക്, ഒരു 4-5 പേരുള്ള ഒരു ഫാമിലിക്ക് ഒരുമിച്ചിരുന്നിട്ട്, പണ്ടൊക്കെ നമ്മൾ ഈ അറബികൾ ഒരു പാത്രത്തിൽ നിന്ന് ബിരിയാണി കഴിക്കണ കാണാമല്ലോ, എന്ന് പറഞ്ഞ പോലെ വെജിറ്റേറിയനായി ആഗ്രഹിക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു ദേശ കൊണ്ട് 4-5 പേർക്ക് ഒരുമിച്ചിരുന്ന് വേണമെങ്കിൽ കഴിക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൽ നെയ്യ് ഒഴിക്കുമ്പോഴൊക്കെ നല്ല അടിപൊളി മണമാണ് കേട്ടോ. ശരിക്കും ഇപ്പം തന്നെ എടുത്ത് നമുക്ക് കഴിക്കാൻ തോന്നും. കാരണം അത്രമാത്രം അവർ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല സൂപ്പറാക്കി നമുക്ക് തരുന്നുണ്ടേ. അപ്പം നമ്മുടെ ദോശയുടെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടിയുടെ അത്രയ്ക്ക് നീളമുണ്ടല്ലേ. ശരിക്കും എൻ്റെ മോളേക്കാളും നീളമുണ്ട് കേട്ടോ ഈ ദോശയ്ക്ക്. ശരിക്കും എനിക്കിത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്, ഇത്രയും വലിയ ദോശ കണ്ടിട്ട്. പിന്നെ ഈ ദോശയുടെ മുകളിൽ കുറച്ച് ബീട്രൂട്ട് അരിഞ്ഞതും അതുപോലെ ക്യാരറ്റ് അരിഞ്ഞതൊക്കെ നല്ല ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടും ഇവർ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ദോശയുടെ കൂടെ തന്നെ നമുക്കൊരു സലാഡ് പോലെ ഇതും കൂട്ടിയിട്ട് ചട്നിയൊക്കെ കൂട്ടി മസാല കൂട്ടി ഒരു പിടി പിടിക്കാമെന്നാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ കിച്ചണിന് തൽക്കാലം വിട പറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൻ്റെ കുറച്ച് റിവ്യൂ കൂടിയും ബാക്കി ചെയ്യാനുണ്ട്. അതായത് നമുക്കിതിൽ മെയിനായിട്ട് 1-2 കാര്യങ്ങളോടും പറയാനുണ്ട്. അതായത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വയ്യാത്ത രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതേപോലെ കുഞ്ഞ് ബേബീസൊക്കെ ആയിട്ട് വരുന്നവർക്ക്, അത് നടക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടുത്തെ വീൽ ചെയറിൻ്റെ സൗകര്യം കാര്യങ്ങളുണ്ട്. കുഞ്ഞ് ബേബീസിന് ചെറിയ തൊട്ടിലുണ്ട്. പിന്നെ നമ്മുടെ ലേഡീസിന് ഏറ്റവും നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് ഫീഡിങ് റൂം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ദൂരയാത്രകളൊക്കെ ചെയ്ത് വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കുഞ്ഞ് ബേബീസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഫീഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ അതിനുള്ള സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല കേട്ടോ, എന്തെങ്കിലും ഒരു പാർട്ടി കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള ഒരു പാർട്ടി ഹാളിൻ്റെ സെറ്റപ്പും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ.